ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ദേവദേവൻ എന്തിന് അങ്ങനെ പറഞ്ഞു എന്നത് അവിടെ നിൽക്കട്ടെ. നിനക്കത് തിരുത്താൻ ഒരുപാട് സമയം കിട്ടി, എന്നിട്ടും ഇതുവരെയും നീ അത് ചെയ്തില്ല. ഞങ്ങൾ ദേവദേവനെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നീ അത് മറച്ചു പിടിക്കുമായിരുന്നോ? അതിന് എന്ത് ന്യായീകരണമാണ് നിനക്ക് പറയുവാനുള്ളത്? മഹാദേവനോട് എന്തെങ്കിലും അനിഷ്ടമോ ദേഷ്യമോ കാണിച്ചാൽ അത് ആവണിയെ വേദനിപ്പിക്കും എന്നറിയാവുന്നതിനാൽ സൗമ്യമായാണ് ആയുഷ് അത് ചോദിച്ചത്. ഇങ്ങനെ ഒരിക്കൽ ഒരു കുറ്റവാളിയെ പോലെ ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. ആയുഷ്മാനെ കണ്ടെത്താൻ വേണ്ടി മാത്രമായിരുന്നു ആ സർവേ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ആയുഷ്മാൻ ആരെന്നറിയേണ്ടത് ആവണിക്ക് മാത്രമാണെന്നും ആയുഷ്മാൻ ആരെന്നറിയുമ്പോൾ നീ ആവണിക്ക് മുന്നിൽ അത് വെളിപ്പെടുത്തില്ലെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അത് പരസ്യമാക്കില്ലെന്നും മറ്റൊരാളെ വിന്നറാക്കുമെന്ന് അവസാന നിമിഷം വരെയും ചെറിയൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. മറിച്ചാണെങ്കിലോ എന്നും ഞാൻ ചിന്തിച്ചിരുന്നു. എന്റെ മുഖം തന്നെയാണ് സ്ക്രീനിൽ തെളിഞ്ഞത്. അപ്പോൾ ഞാൻ ആവണിയെക്കുറിച്ചല്ല ചിന്തിച്ചത്, എന്റെ അമ്മയെക്കുറിച്ചാണ്, അച്ഛനെ പറ്റിയാണ്. ദേവേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ആവണിയുടെ ശബ്ദം ഇടറിയിരുന്നു. ആയുഷ് അരുതാത്തതെന്തോ കേൾക്കാൻ എന്ന പോലെ ഭയപ്പെട്ടു. ആയുഷ്മാൻ ആരാണെന്ന് അറിയുന്നതോടെ ആവണി ഓക്കെ ആവും. പക്ഷേ എന്റെ അമ്മ, അച്ഛൻ, എനിക്ക് പ്രിയപ്പെട്ടവർ, എന്റെ കുടുംബം എല്ലാം ഒരു നിമിഷം കൊണ്ട് എനിക്ക് നഷ്ടപ്പെടും. ദേവദേവൻ ആരെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു. അവൻ അറിയാതെ ആവണിക്ക് വേണ്ടി എനിക്കത് അറിയണമായിരുന്നു. അതിന് കൃത്യമായ ഉത്തരം തരാൻ കഴിയുന്നത് അച്ഛനാണെന്ന് എനിക്ക് തോന്നി. ആദ്യം ഒഴിഞ്ഞു മാറി, പിന്നെ കുറെ കള്ളങ്ങളും ന്യായങ്ങളും ഒക്കെ പറഞ്ഞെങ്കിലും അവസാനം അച്ഛന് സത്യം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ആവണിയുടെയും ആയുഷിന്റെയും നെഞ്ചിടിപ്പൊഴികെ ബാക്കി എല്ലാ ശബ്ദങ്ങളും അപ്പോൾ നിശബ്ദരായി. അവർ ദീർഘമായി നിശ്വസിച്ചു. പതിയെ പറഞ്ഞു, മഹാദേവൻ അമ്പാട്ടി ജയദേവന്റെയും സുമിത്രയുടെയും മകനല്ല, വളർത്തുപുത്രൻ മാത്രമാണ്. ദേവൻ കണ്ണുകൾ ഇറുക്കി പൂട്ടി. ആവണിക്ക് സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. പുറംതിരിഞ്ഞു നിന്ന ദേവനെ അവൾ ഓടി വന്ന് പിറകിൽ നിന്നും വട്ടം ചുറ്റിപ്പിടിച്ചു. പിന്നെ അവൾ അവന് അഭിമുഖമായി തിരിഞ്ഞ് അവന്റെ ഇരു കവിളിലും പിടിച്ചു. അങ്ങനെ അല്ല എന്ന് അവൾ തല ചലിപ്പിച്ചുകൊണ്ട് അവന്റെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ചു. നീ ഞങ്ങളുടേത് തന്നെ എന്ന പോലെ അവന്റെ കഴുത്തിലൂടെ ഇരു കൈയും ചുറ്റി തന്നോട് ചേർത്തു. ദേവന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് തോന്നി. പക്ഷെ പാടില്ല. തന്റെ കണ്ണു നിറഞ്ഞാൽ ആവണി അത് സഹിക്കില്ല. നിയന്ത്രിച്ചേ പറ്റൂ. എല്ലാം കണ്ടുനിന്ന ആയുഷിന്റെ നെഞ്ചിൽ ഒരു വിങ്ങലുണ്ടായി. അവന്റെ കൺകോണുകളിൽ നീർ പൊടിഞ്ഞു. ആവണി ചേർത്ത് പിടിച്ചിരിക്കുന്ന ദേവന്റെ തോളിൽ ആയുഷിന്റെ കൈകൾ തൊട്ടു. അവൻ തിരിഞ്ഞു നോക്കി. ആയുഷ് അവനെ തന്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. ദേവൻ ആശ്രയത്തിനെന്ന പോലെ ആയുഷിന്റെ തോളിൽ മുഖമമർത്തി. അവന്റെ കണ്ണുനീരിന്റെ ചൂടുള്ള നനവ് ആയുഷ് തന്റെ തോളിൽ അറിയുന്നുണ്ടായിരുന്നു. ദേവനൊന്ന് പൊട്ടിക്കരയേണ്ട സമയം അതിക്രമിച്ചിരുന്നതിനാൽ അവന് ആയുഷ് വലിയൊരു ആശ്വാസമായി. ഈ ഒരു നിമിഷത്തിനു വേണ്ടി ആയിരുന്നിരിക്കണം വിധി അവനെ അവർക്കിടയിലേക്ക് കൊണ്ടെത്തിച്ചത്. ആവണി കരച്ചിലിന്റെ ശബ്ദം പുറത്തേക്ക് വരാതെ തന്റെ വായ പൊത്തിപ്പിടിച്ചു. ആയുഷിന് അവനോട് ഒരേ സമയം സഹതാപവും സ്നേഹവും തോന്നി. ഉച്ചാരണമില്ലാത്ത ആശ്വാസവാക്കുകൾ പോലെ ആയുഷ് അവനെ പതിയെ തട്ടിക്കൊണ്ടിരുന്നു. അല്പനേരത്തിനു ശേഷം ദേവൻ നോർമലായി. അവൻ തുടർന്നു, പക്ഷേ എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ആയുഷ്മാൻ ഞാനാണെന്ന് നിങ്ങൾ പറഞ്ഞു. ദേവദേവൻ അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്ന ഇൻഫർമേഷൻ. കൂടുതലൊന്നും അന്വേഷിക്കേണ്ടതില്ലല്ലോ ആ സാഹചര്യത്തിൽ, ആയുഷ് പറഞ്ഞു. അതെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആവണി അപ്പോഴേക്കും തളർന്നു വീണു. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവും. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വിഡ്ഢിയെപ്പോലെ പകച്ചു നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, ശകാരിച്ചു. അച്ഛൻ പോലും ഞാനാണ് ആയുഷ്മാൻ എന്ന് ധരിച്ചു. ആരും എന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഒരു വാക്ക് ആരും ചോദിച്ചില്ല. ദേവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് എല്ലാവരും ചേർന്ന് ഒരു നിയമമുണ്ടാക്കി. എന്റെ മനസ്സിൽ എന്താണെന്ന് ആരും ചോദിച്ചില്ല. ഞാനും ഒരു മനുഷ്യനാണെന്നും
വികാരങ്ങളും സങ്കടങ്ങളും എനിക്കും ഉണ്ടാകുമെന്നും എല്ലാവരും മറന്നു. എന്തിന്? ജീവിതകാലം മുഴുവൻ ഏത് സാഹചര്യത്തിലും സങ്കടത്തിലും കൂടെ ഉണ്ടാവുമെന്ന് എല്ലാവരും ചേർന്ന് എന്നെ വിശ്വസിപ്പിച്ച ഉമ പോലും എന്നെ കുറ്റപ്പെടുത്തുകയല്ലാതെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ആ വീട്ടിൽ ആരുമില്ലെന്ന അനാഥത്വം, എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ, ഇവളെന്നെ ഉപേക്ഷിച്ചു പോകുന്നത്, എല്ലാം കൂടി എനിക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞുള്ളൂ. അവൻ പറഞ്ഞു നിർത്തി. എല്ലാം പറഞ്ഞപ്പോൾ അവന് അല്പം ആശ്വാസം തോന്നി. ആവണി പതിയെ അവനടുത്തേക്ക് ചെന്ന് ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. മഹാദേവ, നീ ഞങ്ങളുടെയാ, ഞങ്ങളുടെ മാത്രം. പിന്നെ അവനെ ചുറ്റിപ്പിടിച്ചു. ഈശ്വര, എന്താണ് ഇതിനൊക്കെയുള്ള പരിഹാരം? ആയുഷ് സങ്കടത്തോടെ പറഞ്ഞു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വീണു പോകാതെ പിടിച്ചു നിൽക്കാൻ നിന്നെപ്പോലൊരു കൂട്ടുകാരനെ കൊണ്ടുവന്ന് തന്ന ഈശ്വരൻ ഒരു പരിഹാരവും കൊണ്ടുവരുമടാ. ദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട് ആയുഷ് കുറുമ്പോടെ ചിരിച്ചു. പക്ഷേ ദേവന്റെ മുഖത്തെ ചിരി മായുന്നത് കണ്ട ആയുഷ് ഞെട്ടലോട് ചോദിച്ചു, എന്താ ദേവ? തന്നെ ചുറ്റിപ്പിടിച്ചിരുന്ന ആവണിയുടെ കൈകൾ അയയുന്നത് മനസ്സിലാക്കിയ ദേവൻ ഭയത്തോടെ അവളെ മുറുകെ പിടിച്ച് കവളിൽ തട്ടി വിളിച്ചു. ആവണി! അവൾ വിളി കേട്ടില്ല. അവരുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ആവണി! ഒരു ഭൂഗർഭ അറയ്ക്കുള്ളിൽ നിന്നെന്ന പോലെ ആ വിളി അവളുടെ കാതുകളിൽ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ തുറക്കാനും വിളി കേൾക്കാനും ആവുന്നത്ര ശ്രമിച്ചു. ദേവൻ പേടിയോടെ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു. അവന്റെ ശരീരത്തിന്റെ ഗന്ധം അവളുടെ നാസികയിലൂടെ ആത്മാവിലേക്ക് ഇറങ്ങി. ദേവേട്ടാ! അവളുടെ ചുണ്ടുകൾ ചലിച്ചു. ആയുഷും ദേവനും ആശ്വാസത്തോടെ നിശ്വസിച്ചു. വിസിറ്റേഴ്സ് ഉണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് ആയുഷ് തന്റെ ഓഫീസിലേക്ക് പോയി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വിളിക്കാൻ ആയുഷ് വരുന്നതുവരെയും ആവണി ദേവന്റെ തോളിൽ ചാരിയിരിക്കുകയായിരുന്നു. അവനെ തന്നിൽ നിന്നും അടർത്തിക്കൊണ്ടു പോകാൻ ആരൊക്കെയോ വാതിക്കലിൽ കാത്തു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആരും അവനെ കൊണ്ടുപോകാതിരിക്കാൻ എന്ന പോലെ അവൾ കൂടുതൽ അവനോട് ചേർന്നിരുന്നു. ദേവേട്ടൻ നിന്ന് പോവണ്ട. ആയുഷും ദേവനും പരസ്പരം നോക്കി. നീ എന്താ അവനെ കൊച്ചുകുട്ടികളെ പോലെ? അവന് പോവാതെ പറ്റുമോ? വേണ്ട ദേവേട്ടാ, ഇന്ന് പോവണ്ട പ്ലീസ്. ആവണി, പോവാതെ എങ്ങനാ കുട്ടി? ഞാൻ ഇവിടെ നിന്നിട്ട് എന്തിനാ? ദേവേട്ടൻ പോകുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം പോലെ. അവൾ സത്യസന്ധമായി പറഞ്ഞത് കേട്ട് ദേവനും ആയുഷിനും അവളോട് സ്നേഹവും വാത്സല്യവും ഒരുപോലെ തോന്നി. എന്തിനാ സങ്കടപ്പെടണേ? അവൻ നിന്നെ വിട്ട് എവിടേക്കും പോവില്ല. ആയുഷ് പറഞ്ഞത് കേട്ട് ദേവൻ അവനെ നോക്കി. നോക്കു ദേവ, നീ എന്റെ കുട്ടിയെ സങ്കടപ്പെടുത്താൻ പാടില്ല. നിന്നെ പിരിഞ്ഞിരിക്കുന്നത് അവൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കുമെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? സോ ഇപ്പോൾ പോയാലും എപ്പോഴും അവളെ വിളിക്കണം. അവൾക്ക് കാണണം എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഇങ്ങ് വന്നേക്കണം. ഇതൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ തൽക്കാലത്തേക്ക് വിടാം, അല്ലേ ആവണി? ആയുഷ് ഗൗരവം നടിച്ചു പറഞ്ഞു. വേണ്ട ദേവേട്ടൻ, പോവണ്ട. അവിടെ ചെന്ന് സങ്കടപ്പെട്ടിരിക്കാനല്ലേ. അയ്യേ, ഇനി ഞാൻ എന്തിനാ സങ്കടപ്പെടണേ? നീ പോയപ്പോഴല്ലേ ഞാൻ സങ്കടപ്പെട്ടത്. ഇപ്പൊ എന്റെ ആവണിക്കുട്ടി കയ്യെത്തും ദൂരത്തുണ്ടല്ലോ, പിന്നെന്താ? അത് തന്നെ. ആയുഷ് പിന്താങ്ങി. എന്നാ ശരി, അവൾ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു. കാറിനടുത്ത് ചെല്ലുന്നത് വരെയും ആവണി ദേവന്റെ കൈവിട്ടില്ല. കാറിൽ കയറിയിട്ടും അവൾ കൈവിടാൻ കൂട്ടാക്കാത്തത് ദേവനിൽ സങ്കടമുണ്ടാക്കി. അവളെ വിട്ടു പോവാൻ അവനും മനസ്സിലായിരുന്നു. ആയുഷ് നിർബന്ധപൂർവം അവളുടെ കൈ അവനിൽ നിന്നും അടർത്തി മാറ്റി. പോകാൻ നേരം ദേവൻ ആയുഷിനെ കെട്ടിപ്പിടിച്ച് അവന്റെ ചെവികളിൽ പതിയെ മന്ത്രിച്ചു. താങ്ക്സ്. അവനൊരു പുഞ്ചിരിയോടെ ആ നന്ദി സ്വീകരിച്ചു. അവന്റെ കാർ മറയുന്നത് വരെയും നീർനിറഞ്ഞ മിഴികളിലൂടെ അവൾ നോക്കി നിന്നു. സന്ധ്യ മയങ്ങി ഇരുൾ പരക്കാൻ തുടങ്ങിയെന്ന് വിളിച്ചോതിക്കൊണ്ട് മുറ്റത്തെ അലങ്കാര വിളക്കുകൾ മിന്നിക്കത്തി തുടങ്ങി. പച്ചപുതച്ച ലോണിൽ തൂങ്ങിയാടുന്ന ഊഞ്ഞാലിൽ ആവണി ആകാശത്തേക്ക് നോക്കി വെറുതെയിരുന്നു. അങ്ങ് ആകാശച്ചെരുവിൽ കുഞ്ഞു നക്ഷത്രങ്ങൾ അവളെ നോക്കി കണ്ണു ചിമ്മി. ഒരു മധുരമുള്ള പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞു. ഹൃദയത്തിന്റെ വടക്ക് കിഴക്കേ അറ്റത്ത് ദേവന്റെ മുഖം. എന്താ ആയുഷ് മേനോൻ? ഫോൺ എടുത്ത് അവൾ കുസൃതിയോട് ചോദിച്ചു. ആവണിയുടെ ഉത്സാഹം ആയുഷിനെ സന്തോഷിപ്പിച്ചു. ചുമ്മാ വിളിച്ചെന്നേ ഉള്ളു പൊന്നോ. ആണോ? അല്ല അല്ലേ? കാര്യം പറയും ആശേ. അത് ആയുഷ്മാൻ ആരാണെന്ന് ഇപ്പൊ നമുക്ക് ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോ നമുക്ക് അടുത്ത സ്റ്റെപ്പുമായിട്ട് മുന്നോട്ട് പോയാലോ? ആയുഷിന്റെ ചോദ്യത്തിന്റെ അർത്ഥം ആവണിക്ക് മനസ്സിലായില്ല. എന്താ മാഷ് ഉദ്ദേശിച്ചത്? വേറൊന്നുമല്ല, ദേവദേവന്റെ കാര്യമാണ്. നിന്റെ വീട്ടിൽ അവതരിപ്പിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിന്റെ അനുവാദം ചോദിച്ചിട്ടാകാമെന്ന് കരുതി. വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? ദേവന്റെയും ഉമയുടെയും പിന്നെ നിന്റെയും ആയുഷ്മാന്റെയും കല്യാണം ഒരുമിച്ച് നടത്താം. ആവണി ഒന്നും മിണ്ടിയില്ല.
ആവണി, എന്താ നീയൊന്നും പറയാത്തത്? എനിക്കിപ്പോൾ കല്യാണം വേണ്ട. കല്യാണം വേണ്ട എന്നോ അതോ ആയുഷ്മാനെ വേണ്ട എന്നോ? രണ്ടും. മനസ്സിലായില്ല. അത് അവൾ വിക്കി. ആയുഷിന് ചിരി വന്നെങ്കിലും അവനത് മറച്ചു പിടിച്ചു. അതേട്ടാ, ആയുഷ്മാനെ വീട്ടിലറിഞ്ഞാൽ ദേവേട്ടൻ എല്ലാവരും അറിയില്ലേ? അതിപ്പോ എന്നായാലും അറിയും. ഇല്ല, അറിയില്ല. അപ്പോൾ നിനക്ക് മറ്റൊരു കല്യാണത്തിന് സമ്മതമാണ് എന്നാണോ? നെവർ. പിന്നെ നീ കല്യാണം കഴിക്കാതെ ജീവിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അവൾ പറഞ്ഞു, മഹാദേവനെ സ്വന്തമാക്കാൻ സതിക്ക് ഈ ജന്മത്തിലാവില്ല. ഈ ജന്മം നിവേദ്യമായി നൽകി പുനർജനിക്കാം ഞാൻ പാർവതിയായി. അനുവാദം ചോദിക്കാതെ അവൾ കോൾ കട്ട് ചെയ്തു. ആവണി, നിന്റെ ഇഷ്ടം. അതിന് ഈ ഏട്ടൻ കൂടെ ഉണ്ടാവും. അവൻ ഫോണിലേക്ക് നോക്കി പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തതും അവളുടെ മുഖത്തെ സന്തോഷം വിഷാദത്തിന് വഴിമാറി. നെഞ്ചിൽ എന്തോ ഒരു ഭാരം വന്ന് നിറഞ്ഞു. അവൾ എഴുന്നേറ്റ് 1-2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ വന്ന് ഫോൺ എടുത്തു. ആവണി. ദേവൻ അവളുടെ കോൾ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ നിന്ന് പോകുന്നത് മുതൽ ഇവിടെ എത്തുന്നതുവരെ അവളോട് തന്നെ സംസാരിച്ചിരിക്കുകയായിരുന്നു അവൻ. ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഒന്ന് ഫോൺ വെച്ചത്. ദേവേട്ടാ, എന്തേ? കുളി കഴിഞ്ഞോ? എനിക്ക് ദേവേട്ടനെ കാണണം. ഇപ്പോഴോ? നീ എന്താ ഈ പറയണേ? അതെ, എനിക്ക് കണ്ടേ പറ്റൂ. ഇല്ലാതെ പറ്റില്ല. ദേവേട്ടൻ എൻ്റെ അടുത്തില്ലാതെ എനിക്ക് പറ്റില്ല. അവളുടെ കണ്ണുകൾ നനയുന്നത് ശബ്ദത്തിലൂടെ അവൻ അറിഞ്ഞു. ആവണി. അവന്റെ ശബ്ദം ആർദ്രമായിരുന്നു. ദേവേട്ടാ, പ്ലീസ് ഒന്നിങ്ങ് വരോ? എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ. എൻ്റെ നെഞ്ചു പൊട്ടിപ്പോവും. പ്ലീസ്. അവനപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ വന്നു. അവളെ ശാന്തിയാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ വരാം. അവനൊന്നും ആലോചിക്കാതെ പറഞ്ഞു. ആ മറുപടിയിൽ അവൾക്ക് ആശ്വാസമായി. പതിയെ പതിയെ ഓരോന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനപ്പെടുത്തി. ആവണിയെ ദേവനിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയില്ലെന്ന് അവന് തന്നെ ഉറപ്പായി. അവളുടെ പ്രണയം വജ്രം പോലെ കഠിനമാണ്. അവന്റെ നെഞ്ചിൽ അവളുടെ മുഖം മാത്രമായി. അവൻ പതിയെ പുറത്തേക്കിറങ്ങി കുളക്കടവിലേക്ക് നടന്നു. പൂർണ്ണചന്ദ്രൻ കുളത്തിലെ വെള്ളത്തിൽ ഓളം തല്ലി അവനെ നോക്കി പുഞ്ചിരിച്ചു. പ്രകൃതി നിലാവിൽ കുളിച്ചു നിന്ന് അവനെ കളിയാക്കി. കുളിരുമായി മന്ദമാരുതൻ അവനെ തലോടിക്കൊണ്ടിരുന്നു. അങ്ങകലെ നിന്ന് ഏതോ രാത്രി പക്ഷി അവനു വേണ്ടി മധുരമായി പാടി. ഈ പുഴയും സന്ധ്യകളും നീല മിഴിയിതളുകളും ഓർമ്മകളിൽ ഓടിയെത്തുമ്പോൾ പ്രണയിനി നിൻ സ്മൃതികൾ. മഹാദേവന്റെ മനസ്സിൽ അവന്റെ മാത്രമായ സതിയോട് ആദ്യമായി പ്രണയത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കപ്പെടുകയായിരുന്നു.